ശബരിമല ഒരു മതാതീത ആത്മീയ കേന്ദ്രമാണ്. പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഇന്നലെ നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് 2018 നവംബർ 12 ദേവസ്വം അഡീഷണൽ സെക്രട്ടറി, ഗവൺമെൻറ് സെക്രട്ടറി ഹർഷൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലത്തിൽ പറയുന്നു, ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വഖഫ് ബോർഡ്, മുസ്ലിം സംഘടനകൾ, വാവർ ട്രസ്റ്റ്, ക്രിസ്ത്യാനികൾ ഇവരുടെയൊക്കെ അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട്. അവരെ കൂടെ ബാധിക്കുന്നതാണ് ശബരിമലയിലെ പ്രശ്നം. അതുകൂടാതെ അതിന് തൊട്ട് മുകളിലത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഇവിടെ ഒരു ഓപ്പൺ ഡിബേറ്റ് ഉണ്ട്, ശബരിമല ഒരു ബുദ്ധക്ഷേത്രമാണ് എന്നും പറയുന്നു. സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞ ശരണം എന്ന് പറയുന്നത് ബുദ്ധമതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിലുമൊക്കെ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ള അതേ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു ഇപ്പോൾ ശബരിമല ഒരു മതാതീത കേന്ദ്രമാണെന്ന്. എന്താണ് ഈ മതാതീത ആത്മീയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ? അല്ല, ഇനി ആദ്യം തന്നെ ബുദ്ധമതത്തിൽ നിന്ന് കൊടുക്കാം. സർവം ശൂന്യം, സർവം നിരാത്മം, സർവം ക്ഷണികം, ഇതാണ് ബുദ്ധം പറയുന്നത്. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഉണ്മയില്ല, സത്യമില്ല, ശൂന്യതയാണുള്ളത്. സർവം ക്ഷണികം, ക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അതിനകത്ത് ഒന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ ദൈവമില്ലല്ലോ. സർവം നിരാത്മം, ആത്മാവും ഇല്ല. അപ്പോൾ പിന്നെ ശബരിമലയിൽ പോയിട്ട് തത്വമസി എന്ന് പറയേണ്ടതുണ്ടോ? ഈ വിഡ്ഢിത്തങ്ങൾ എഴുതുമ്പോൾ പറ്റുന്ന അബദ്ധത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് ഒരു ബുദ്ധമത ക്ഷേത്രവുമല്ല. കാരണം ബുദ്ധൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. ശിഷ്യന്മാരെ ബുദ്ധൻ എന്നാണോ വിളിക്കാറുണ്ടായിരുന്നത്? അല്ലല്ലോ. ശബരിമലയില ഭക്തനും ഭഗവാനും അയ്യപ്പനാണ്, എല്ലാം അയ്യപ്പനാണ്, സർവ അയ്യപ്പമയമാണ്. ഇങ്ങനെ ഒരു സങ്കല്പം വേറെ ലോകത്ത് ഏത് മതത്തിലുണ്ട്? ക്രിസ്തു മതത്തെ കൊണ്ടും ഇസ്ലാം മതത്തെ കൊണ്ടും തത്വമസിയിൽ അടങ്ങിയിരിക്കുന്ന ആ സന്ദേശം അംഗീകരിപ്പിക്കാൻ പിണറായിക്ക് കഴിയുമോ? കാരണം ക്രിസ്തു മതവും ഇസ്ലാം മതവും യഹൂദ മതവും വിശ്വസിക്കുന്നത് അവരുടെ മതങ്ങളാണ് പ്രപഞ്ചത്തിലെ അത്യുത്തമം എന്നാണ്. അതാണ് ശരിയെന്നുമാണ്. അതുകൊണ്ട് സർവമത സമഭാവന എന്ന സിദ്ധാന്തം ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും യഹൂദ മതത്തിനും സ്വീകാര്യമേ അല്ല. ജന്മം പാപമാണ്. ജന്മപാപത്തിലൂടെ നാശവും ക്രിസ്തുവിലൂടെ മോക്ഷവും മാത്രം. നിങ്ങൾക്ക് മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് മഹാത്മാഗാന്ധിയോട് ഒരു പാതിരി സംസാരിക്കുന്നുണ്ട്, ന്യായവാദം ചെയ്യുന്നുണ്ട്. അതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സർവമത സമത്വവാദം അംഗീകരിക്കാൻ സാധ്യമല്ല. സർവമത സമത്വവാദം അംഗീകരിക്കാതെ സെക്കുലറിസം ഉണ്ടോ? ഇല്ല, പറ്റില്ല. അപ്പോൾ സെക്കുലറിസം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ പാശ്ചാത്യ രീതിയിൽ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 സെക്കുലറിസം വന്നിട്ടുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ മതത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ 25 പറയുന്നത്, അനുച്ഛേദം 25 പറയുന്നത് മതത്തിൻ്റെ സെക്കുലറായ കാര്യങ്ങൾ സ്റ്റേറ്റിന് ഇടപെടാം എന്നാണ്. അവിടെ സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വാങ്ങിക്കുന്നതും ഭൂമി കൈകാര്യം ചെയ്യുന്നതും സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായ കാര്യങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണമാകാം. ആ മതത്തിൻ്റെ ഇതുകൊണ്ട് ആരുടെയെങ്കിലും ഹെൽത്തിന് ബാധിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് നിയന്ത്രിക്കാം. ആ മതത്തിൻ്റെ ആചരണം കൊണ്ട് സമൂഹത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് ഇടപെടാം. ഇത് സെക്കുലർ കണ്ടൻ്റാണ്. അപ്പോൾ ഈ അർത്ഥത്തിലാണോ സെക്കുലർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, ആദ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ശിവഗിരി അല്ലെ, ശ്രീനാരായണ ഗുരുദേവൻ ഒരു മതാതീത ആത്മീയതയുടെ ആളാണ്, ശിവഗിരി മതാതീത ആത്മീയതയുടെ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്തൊരു കേന്ദ്രം കൂടി ശബരിമല മതാതീത ആത്മീയതയുടെ കേന്ദ്രമാണെന്ന് പറയുന്നു. ഒരു അജണ്ട ഉണ്ടോ ഇതിൻ്റെ പിന്നെ? എൻ്റെ അജണ്ട ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും ഒരു ഇപ്പം മലയാറ്റൂർ
പള്ളി, മലയാറ്റൂർ മല മതാതീത ആത്മീയ കേന്ദ്രം എന്ന് പറയുമോ? പറഞ്ഞാൽ എന്താ, മലയാറ്റൂർ പോകുന്ന ഒരുപാട് ഹിന്ദുക്കളെ എനിക്കറിയാം. അല്ലല്ല, അത് വേറെ പ്രശ്നം. അല്ല, പിണറായി പറയുന്ന ലോജിക്ക്, പിണറായി പ്രസംഗത്തിൽ പറഞ്ഞു, ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് പല മതത്തിൽപ്പെട്ടത് വരുന്നുണ്ട്. അതെ, അപ്പോൾ മലയാറ്റൂരും പറയണം. വേണ്ട, ഈ മറ്റേ കാഞ്ഞിരമറ്റത്ത് നടക്കുന്ന ചന്ദനക്കുട മഹോത്സവം ഉണ്ടല്ലോ, ഇവിടെ തൊട്ടടുത്ത് എറണാകുളത്ത്, അത് മതാതീത ആത്മീയതയാണ്. വിറയ്ക്കും പിണറായിക്ക്. അപ്പോൾ മതാതീതം എന്ന് പറയുന്ന സങ്കല്പം ഹിന്ദുമതത്തിൽ മാത്രമാണ് ബാധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മതങ്ങൾ മതാതീതമല്ല, അവരത് അംഗീകരിക്കുന്നുമില്ല. ഏതെങ്കിലും ഒരു പാണക്കാട് ശിഹാബ് തങ്ങൾ പറയട്ടെ, ഇപ്പോഴത്തെ ശിഹാബ് തങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം പറയട്ടെ, ഇസ്ലാം ഒരു മതാതീത ആത്മീയ മതമാണ്, ഞങ്ങൾ എല്ലാ മതങ്ങളെയും തുല്യമായി കരുതുന്നു, ഞങ്ങൾ സർവമത സത്യവാദത്തിൽ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയിപ്പിക്കേ. നടന്നത് തന്നെയാണ്, അങ്ങനെ പറയാൻ പറ്റും. അത് പിന്നെ എങ്ങനെയാണ്? അപ്പം നിങ്ങളൊരു കാര്യം സമ്മതിക്കുന്നത്, ഈ സർവമത സമത്വം എന്നുള്ളത് ഹിന്ദുമതത്തിൻ്റെ മാത്രം സവിശേഷതയാണെന്ന് സമ്മതിക്കുകയാണ്. ഒപ്പം ബാക്കി മതങ്ങൾ അങ്ങനെ അല്ല എന്നും. അപ്പോൾ പിണറായി ഇത് പറയുന്നത്, ഇത് ഈ സർവമത സമത്വം ആകാം, ബാക്കി മതങ്ങൾ അങ്ങനെയല്ല എന്നും കൂടിയാണ് അത് ഭംഗ്യന്തരേണ പിണറായി പറയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇത് ഹിന്ദുക്കളുടെ ആചാരമാണ്. ഇരുമുടി കെട്ടുമെടുത്ത് നെയ്യഭിഷേകം ചെയ്ത് സ്വാമിയെ കണ്ട് വണങ്ങി തിരിച്ചു വരുന്നു. ഇത് വേറെ ഏത് മതത്തിലുണ്ട്? ഇതെങ്ങനെയാണ് മതാതീതമാകുന്നത്? അത് തൃശ്ശൂർ പൂരം മതാതീത ആത്മീയതയാണെന്ന് പറയും. ആനപ്പുറത്ത് ഭഗവതിമാരെ എഴുന്നള്ളത് മതാതീതമാണ്. അതിൻ്റെ കാർണിവൽ സൈഡ് മാത്രമാണ് വേണമെങ്കിൽ മതാതീതം എന്ന് പറയാവുന്നത്. അല്ല, കാർണിവൽ സൈഡ് എവിടെയും മതാതീതമാണെന്ന്. അതെ, അത് കാശിൻ്റെ കാര്യമാണ്, ഉത്സവമാണ്, ആഘോഷമാണ്. അല്ല, അത് പൈസയുടെ കാര്യമാണ്, കച്ചവടമാണ്. ആൾക്കൂട്ടം കച്ചവടം, അത് കാർണിവൽ, അതായിക്കോട്ടെ. അതിലെന്ത് മതം? അതിലുള്ള ഒരേ ഒരു മതമുള്ളൂ, കാശ് മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ പൂരം നടക്കണം എന്നുള്ളത് തൃശ്ശൂർ പൂരത്തിന് കൈയടച്ച് സംഭാവന ചെയ്യുന്ന അവിടുത്തെ ക്രിസ്ത്യാനികളാണ്, കച്ചവടക്കാരാണ് അവരെ. അതെ, തൃശ്ശൂർ പൂരം ഒരു ഭംഗം കൂടാതെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കച്ചവടക്കാർക്ക് അത് ആഗ്രഹമുണ്ട്. കാരണം കച്ചവടക്കാർ എല്ലാ ഉത്സവങ്ങളും നടക്കണമെന്ന് കച്ചവടക്കാർക്ക് ആവശ്യമുണ്ട്. കാരണം അവിടെയാണ് കച്ചവടം നടക്കുന്നത്. അപ്പോൾ കച്ചവടമാണ് അവിടെ നടക്കുന്നത്, ആത്മീയതയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ 41 ദിവസം വ്രതം നോറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് ആ മരം കോച്ചുന്ന മഞ്ഞുകാലത്ത് കുളിച്ചു വന്ന് 7 മൊഴി ശരണം വിളിച്ച് ആ രുദ്രാക്ഷവും ഇട്ട് വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടും എടുത്ത് 18-ാം പടി കയറി അയ്യനെ കണ്ട് വണങ്ങി വരുന്ന ഹിന്ദു ഉണ്ടല്ലോ, അവൻ്റെ ഹൈന്ദവാത്മീയതയാണ്. ഇനി തിരിച്ചാവും ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിനകത്ത് എന്താ കാര്യം? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഭൗതികവാദം ദൈവത്തെ അംഗീകരിക്കുന്നില്ലല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ദ്രവ്യമാണ്. ആ ദ്രവ്യം ഡൈനാമിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡൈനാമിക്കായി പ്രവർത്തിക്കുന്നതെല്ലാം വിരുദ്ധ സ്വഭാവങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിപ്പോകുന്നതാണ്. അങ്ങനെ ആ വിരുദ്ധ സ്വഭാവങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു. തീസിസ് ആൻറ്റിതീസിസ്, അതൊരു സിന്തസിസായിട്ട് മാറുന്നു. ആ സിന്തസിസ് വീണ്ടും തെസീസ് ആകുന്നു. അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കാലം എപ്പോഴും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, എനിക്കൊരു വിരോധമില്ല, അങ്ങനെ തന്നെ പറഞ്ഞോളൂ. പക്ഷെ അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. അതിനെ ചരിത്രത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വരുന്നത്. അത് വരുമ്പോഴോ ചരിത്രം എന്ന് പറഞ്ഞാൽ വർഗങ്ങളുടെ സംഘടനത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളതല്ലേ? നിങ്ങൾ സഹാക്കളായിരുന്നു പഠിച്ചിട്ടുണ്ടല്ലോ, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്. നഷ്ടപ്പെട്ടു പോയ എൻ്റെ വിലയേറിയ സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കരുത്. അങ്ങനെ വർഗങ്ങളുടെ ചരിത്രം,
ഉള്ളവനും ഇല്ലാത്തവനും നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു. ആ ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും നിരന്തര പോരാട്ടത്തിലൂടെ സമൂഹം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ചരിത്രം. സമ്മതിച്ചല്ലോ. ആ യുദ്ധത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ക്വാളിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന തിയറി, മഹാഭൂരിപക്ഷം വരുന്ന ഇല്ലാത്തവൻ സംഘം ചേർന്ന് ഉള്ളവനെ ഉന്മൂലനാശം വരുത്തി അവൻ്റെ ചോരയിൽ അവനെ നശിപ്പിച്ചതിന് ശേഷം, ചോര ചിന്തി നശിപ്പിച്ചതിന് ശേഷം സാമ്രാജ്യം സ്ഥാപിക്കും. അതാണ് തൊഴിലാളി വർഗ സർവാധിപത്യ സാമ്രാജ്യം അഥവാ സോഷ്യലിസം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പിണറായി വിജയനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ സിദ്ധാന്തം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആരും പറയുന്നില്ല വിപ്ലവം. ഇല്ല, ആകെ പറയുന്ന ഒരാളേ ഉള്ളൂ. രണ്ടുപേരുണ്ട്. പക്ഷെ ആ രണ്ടുപേരും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരും പറയുന്നില്ല എന്ന് തോന്നിയത്. ഒന്ന് എൻ്റെ സ്നേഹിതനായ ശ്രീ M.A. ബേബിയും രണ്ട് ഗോവിന്ദൻ മാഷുമാണ്. പിന്നെ പറയുന്ന ഒരാളുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ രാജീവാണ്. ഇവർ മൂന്ന് പേര് പറഞ്ഞാലും എന്താണ് പറഞ്ഞത് ആർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പം ആരും ഇവർ പറയുന്നുണ്ട്. ഇവർ മൂന്നുപേരും പറയുന്നുണ്ട് ഇടക്കിടക്ക് വർഗം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിണറായി അധികാരത്തിലേറിയതിന് ശേഷം ഇതുവരെ വർഗസമരത്തെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. തൊഴിലാളി വർഗ ഐക്യം എന്നുള്ള മുദ്രാവാക്യമില്ല. അതൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പം തൊഴിലാളി അവൻ ക്യാപിറ്റലിസ്റ്റായി മാറി. അതെ അതെ അതെ. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ തൊഴിൽ നൈപുണ്യം നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിൽക്കുന്നു. നിങ്ങൾ ഞാൻ പറയുന്ന പൈസ എനിക്ക് തരണം. അതെ അതെ, ഞാൻ പറയുന്ന പൈസ എനിക്ക് തരണം. ആ പഴയ സംഗതി ഇല്ലല്ലോ ഇപ്പോൾ. മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ അടിയൻ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം മ്ര എന്നൊക്കെ പറഞ്ഞില്ലേ ഈ മറ്റേ. ഇപ്പം അത് മിമിക്രിയിൽ മാത്രമേ കാണുന്നുള്ളൂ, തമ്പ്രാ വിളി. ഇപ്പോൾ വേറെ ഏതെങ്കിലും തമ്പ്രാനെ വിളിക്കുക. നമുക്ക് ഒരു വീട്ടിലെ ഒരു ചെറിയ ജോലിക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പറയുന്ന കൂലി അയാൾക്ക് കൊടുക്കണം. ഒരു ചരക്ക് ലോഡ് വന്നിറങ്ങിയാൽ ഈ ലോഡ് ഞങ്ങൾ ഇറക്കും, അതിൻ്റെ കൂലി ഞങ്ങൾ നിശ്ചയിക്കും. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുല്ല് പറിക്കാൻ ഒരാളെ നിർത്തുന്നത് വെച്ചോ, ഇതൊക്കെ ഇവിടെ എത്ര സാറേ ഇത്ര രൂപ തന്നെ, ഇത്ര രൂപ എന്നാൽ ഞാനിതെല്ലാം പറിച്ച് റെഡിയാക്കി തന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയും. ഞാൻ നാളെ വരാം, ഞാൻ നാളെ 6 മണിയോടേക്ക് വന്ന് നിന്ന് വൈകുന്നേരം വരെ നിന്ന് പണിയെടുത്തോളാം സാറേ, എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്ന് പറയും. അത്രയും രൂപ കൊടുത്താലേ അവൻ വന്ന് ചെയ്യുള്ളൂ. അതെ അതെ. അല്ലാതെ പണ്ട് അങ്ങനെയല്ല. നീ അവിടെ നിൽക്ക്, പണിയെടുക്ക്, അതിന് ശേഷം പിന്നെ വൈകുന്നേരം ഇവനെ കാണൂല്ല മുതലാളിയെ. ഇപ്പം അങ്ങനെയല്ല. പൈസ നമ്മൾ കൊടുത്തിരിക്കണം. അവൻ വരുമ്പോൾ അവന് കാശ് കൊടുത്ത് അവനെ പറഞ്ഞു വിടുകയാണ്. അതെ. അപ്പോൾ തൊഴിലിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറി. പക്ഷേ ഇപ്പോഴും മാർക്സ് പറഞ്ഞത് തന്നെയാണ് ശരി. അങ്ങനെ അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ജീവിക്കണം, അതല്ലാണ്ട് അതിന് വേറൊരു സാധനം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ഇത് ദൈവങ്ങളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ചിട്ട് മതാതീത ആത്മീയത എന്ന് പറയുന്നത് പോലുള്ളൊരു ശുദ്ധ പോഷ്ക് വേറെയില്ല. ശബരിമല ഹിന്ദു ക്ഷേത്രമാണ്. ഹിന്ദു തന്ത്രവിദ്യയുടെ ആചാരമനുസരിച്ച് അനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രമാണ്. അതിനതിൻ്റെ മൂലമന്ത്രമുണ്ട്. ആ മൂലമന്ത്രപ്രകാരം ലോകത്ത് ഒരൊറ്റ അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ. അത് ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രമാണ്. അത് നിങ്ങൾ പറയണ മതാതീയ ആത്മീയത വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്തിനാണ് വെറുതെ നടക്കാത്ത കാര്യങ്ങൾ? ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരിക്കേണ്ടത്. അതെ. അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുന്നതാണ് അദ്ദേഹത്തിനും കേരളത്തിനും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.